ക്രൂശതിൽ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ.
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം മുതൽ ഒന്ന് അല്പം വായിക്കാം. വെളിപ്പാട് 21 മുതൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുമ്പോൾ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. വരാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ആകാശഭൂമി വസിക്കുന്നതിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു അള്ളപ്പാടുണ്ടായി. എന്താണ് മഹാശബ്ദം? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം കൂടാരം അടിച്ചിരിക്കുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കണ്ണീര് തുടയ്ക്കുന്ന ദിവസം കണ്ണീരിന്ന് തുടച്ചു തരും. നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തു വന്നത് നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാനാണ്, നിങ്ങളുടെ ഭാരങ്ങൾ അകറ്റാനാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനാണ്, രോഗശമനം തരാനാണ്, സമാധാനം തരാനാണ്, കടബാധ്യതയ്ക്ക് ഒരു പരിഹാരം തരാനാണ്, ആകുലങ്ങൾ അകറ്റാനാണ്. അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇതാ പുതിയ ആകാശം പുതിയ ഭൂമിയും. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 വാക്യം. എസ്കേൽ 36 വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി കല്ലിച്ച ഹൃദയം ഞാൻ മാറ്റും. മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ശാന്തതയുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഒന്ന് പുതിയ ഹൃദയം. നമുക്ക് വേണ്ടത് ഒരു പുതിയ ഹൃദയമാണ്. പുതിയ ഹൃദയം. ഓർക്കുക, കർത്താവായ യേശുവിൻ്റെ വചനം നാം കേൾക്കുക കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ വീക്ഷണം ലഭിക്കും, പുതിയ കാഴ്ചപ്പാട് ലഭിക്കും, പുതിയ ഹൃദയം ലഭിക്കും. നിഷ്ഠൂരനായ മനുഷ്യൻ ശാന്തശീലനായി തീരും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യൻ അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനായി മാറും. കുടുംബത്തിൽ കലക്കവും ഉണ്ടായിരുന്ന മനുഷ്യൻ അവൻ കുടുംബത്തിൽ സമാധാനം വിതയ്ക്കുന്നതിനായി തീരും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന് പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവരായി തീരും. പ്രിയപ്പെട്ടവരെ, പുതിയൊരു ഹൃദയം ലഭിക്കും. നമുക്ക് പുതിയൊരു ആത്മാവിന് ലഭിക്കും. പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്നതാണ്. ദൈവം തരുന്ന ദാനമാണത്. നിങ്ങൾ ആശിക്കണം, കർത്താവേ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ. സകലവും പുതുതാക്കുന്ന യേശു എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. എൻ്റെ പഴയ ഹൃദയത്തിൽ നിന്ന് മാറ്റി തരണമേ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു പറയുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്നാണ് ദൈവം പറയുന്നത്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. എന്നാൽ ദാവീദ് അത് കേൾക്കുന്നതിന് മുമ്പ് ദാവീദ് പാപം ചെയ്തവനായിരുന്നു. ദാവീദിന് പാപം വന്നിരുന്നു. പക്ഷേ എല്ലാം മാറ്റി ദൈവം ശുദ്ധീകരണം കൊടുത്തു. ദൈവം കഴുകിയെടുപ്പാക്കി കൊടുത്തു. പാപമോചനം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നിങ്ങൾ ഓർത്തു നോക്കിയാൽ കാണാം എത്ര തെറ്റുകളാണ് സംഭവിച്ചു പോയത്.
നാം മൂലം ആരെല്ലാമാണ് വേദനിച്ചു പോയത്, ആർക്കെല്ലാമാണ് നഷ്ടം വരുത്തി പോയത്, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളാണ് നാം കാരണം ഉണ്ടായിപ്പോയത്, എന്തെല്ലാം അനർത്ഥങ്ങളൊന്നും ഭവിച്ചു പോയി. കുടുംബത്തിൽ കലഹമുണ്ടായിപ്പോയി, മാതാപിതാക്കൾക്ക് വേദനയായിപ്പോയി, മാതാപിതാക്കളെ അനുസരിക്കാതായിപ്പോയി, അധ്യാപകർ ബഹുമാനിക്കാത്തവരായിപ്പോയി, എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയത്. ജോലിയിൽ വിശ്വസ്തയില്ലാത്തവരായിപ്പോയി, എന്തെല്ലാം തെറ്റുകൾ. അല്ല, ഏറ്റവും മലിനമായ ജീവിതം, ഏറ്റവും ഹീനമായ ജീവിതം, മോഷണവും വ്യഭിചാരവും കവർച്ചയും എല്ലാം നടത്തിപ്പോയി. അങ്ങനെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കിയാൽ നൊന്ത് വേദനിക്കാവുന്ന അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം മാറ്റി ഒരു പുതിയ ഹൃദയം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പുതിയ ഹൃദയം തരും. ആഗ്രഹിക്കണം, കർത്താവേ, എൻ്റെ ഡ്രസ്സ് മാറുന്നതല്ല, ഒരു പുതിയ ഡ്രസ്സ് കിട്ടുന്നതല്ല, അതല്ലെങ്കിൽ ഒരു പുതിയ വാഹനം കിട്ടുന്നതല്ല, ഒരു പുതിയ വീട് കിട്ടുന്നതല്ല. അതിനേക്കാൾ ഏറ്റവും ആദ്യം എനിക്ക് വേണ്ടത് എനിക്കൊരു പുതിയ ഹൃദയമാണ്. ഒരു പുതിയ ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം ബഹുത്തപ്പെടട്ടെ. ഒരു ലേഡി കാർ ഓടിച്ചു പോവുകയായിരുന്നു. കാർ ഓടിച്ചു പോയപ്പോൾ അവൾ ചെന്ന് മുമ്പുണ്ടായിരുന്ന വാഹനത്തിൽ അത് നിർത്തിയതറിയാതെ ചെന്ന് അതിൽ മുട്ടിപ്പോയി. ഞെട്ടിത്തരിച്ച് നോക്കിയപ്പോൾ ഒരു അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു. അതേപോലെ നിങ്ങളെ ഇങ്ങോട്ട് നോക്കിയായി കാർ ഓടിച്ചത്? സാറേ ക്ഷമിക്കണം, ഞാൻ പിറകിലേക്ക് നോക്കിപ്പോയി. പിറകിലൊരു കുഴി ഉണ്ടായിരുന്നു. ഞാൻ മിററിൽ കൂടി ഈ പിറകിലേക്ക് കാണുന്ന കണ്ണാടി കൂടി ഞാൻ പിറകോട്ട് നോക്കിയിട്ടാണ് ഓടിച്ചത്. ആ കുഴി വീണപ്പോൾ വലിയ കുഴിയാണല്ലോ എന്ന് ഓർത്ത് ആ കുഴിയിലേക്ക് നോക്കിപ്പോയി. അദ്ദേഹം പറഞ്ഞു, കുഴി കടന്ന് നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങൾ ഇനി പിറകിലേക്ക് നോക്കിയിട്ട് എന്താ കാര്യം? പറ്റിയില്ലേ? ഇപ്പോൾ അവിടെ പറ്റിയില്ലേ? ഇതൊരു ചെറിയ സംഭവം. പ്രിയപ്പെട്ടവരെ, പിറകിലേക്ക് നോക്കി ആരും നിരാശപ്പെടരുത്. പിറകിലേക്ക് നോക്കി നാം നിരാശപ്പെടരുത്. പിറകിൽ കുഴിയുണ്ട്, പിറകിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട്. അന്ന് പലരെയും വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. പലർക്കും കഷ്ടനഷ്ടങ്ങൾ വരുത്തി പോയിട്ടുണ്ട്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാതെ പലതരത്തിലുള്ളതായ കെടുതികൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി പിറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്, പിറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. മുന്നോട്ട് നോക്കുക, മുന്നോട്ട് നോക്കി ഓടിക്കുക. മുന്നോട്ട് ഓരോ വഴിത്താരയിലും അവിടെയുള്ള കുഴികൾ കാണുക, അവിടെ കിടങ്ങുകൾ കാണുക, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഇനി മുന്നോട്ട് പോയാൽ മതി, പിറകിലേക്ക് നോക്കരുത്, പിറകിലേക്ക് തിരിഞ്ഞ് നോക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, തെറ്റ് പറ്റിപ്പോയി, ശരിയാണ്, വീണുപോയി, വീഴ്ച പറ്റിപ്പോയി, ആക്സിഡൻറ്റിൽ വീണുപോയി, ശരിയാണ്, കഴിഞ്ഞുപോയി. പക്ഷേ ഇനി അതിലേക്ക് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. നിരാശപ്പെടാവുന്ന കാര്യങ്ങളുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നിരാശപ്പെടരുത്. എന്ത് ചെയ്യണം? പ്രത്യാശയോടെ മുന്നോട്ട് നോക്കുക, മുന്നോട്ട് നോക്കി പോകുക. പുതിയ ഹൃദയം കിട്ടും, പുതിയ ആത്മാവിനെ കിട്ടും. പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ട്. അപ്പോൾ ആ പുതിയ ഹൃദയം കിട്ടുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവൻ്റെ പുതിയ സൃഷ്ടിയായി തീരും. പുതിയ സൃഷ്ടി, പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പുതിയ സൃഷ്ടി. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്നൊരു സമർപ്പണം എടുക്കാൻ പറ്റുമോ? കർത്താവെ, കഴിഞ്ഞതിലേക്ക് ഞാൻ നോക്കുന്നില്ല. തെറ്റുകളേറെ സംഭവിച്ചു പോയി, പലതരത്തിലുള്ളതായ അവിശ്വസ്തകൾ വന്നുപോയി, പലതരത്തിലുള്ളതായ കെടുതികൾ സംഭവിച്ചു പോയി, പലതരത്തിലുള്ള വീഴ്ചകൾ വന്നുപോയി. ഞാൻ പിറകിലേക്ക് നോക്കുന്നില്ല. കർത്താവേ, നാഥ, പുതിയ സൃഷ്ടിയായി തീരണം. പുതിയ സൃഷ്ടി, ഒരു പുതിയ അനുഭവം എനിക്ക് തരണം. പുതിയൊരനുഭവം. ദൈവത്തിന് സ്തോത്രം. പുതിയ അനുഭവം, പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലാകുക, അതൊരു അനുഗ്രഹമായ കാര്യമാണ്. ക്രിസ്തുവിലാകുക, ടു ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായി തീരുക, വലിയ അനുഗ്രഹമാണത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 17-ാമത്തെ വയസ്സ് വരെ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പള്ളിയുണ്ട്, നമസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാ ആത്മീയ കാര്യങ്ങൾക്ക് ശുഷ്കാന്തിയുണ്ട്. പ്രകടമായ ഭാവത്തിനൊന്നും പോയിട്ടുമില്ല. പ്രകടമായ യാതൊരു ഭാവവും ചെയ്തില്ല. ആരോട് വഴക്കടിക്കാൻ പോയില്ല. മാന്യതയോടെ, വളരെ മാന്യതയോടെ. കാരണം ഒരു വയസ്സിൽ അപ്പം മരിച്ചു, ഞാനൊരു ഏകാഗിയായി തീർന്നപ്പോൾ അതിൻ്റെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതിൻ്റെ ഒരു അപകർഷതാബോധവും അതിൻ്റെ ഒരു വ്യസനവും എല്ലാം ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരിടത്തും ഒരു പ്രശ്നക്കാരനായിരുന്നില്ല. പക്ഷേ എനിക്ക് മാനസാന്തരം ഇല്ലായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. നമസ്കാരമുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയൊക്കെ ബഹുമാനമാണ്, വളരെ ആദരവാണ്. കൺവെൻഷൻ പ്രസംഗിക്കുന്നൊരു ബഹുമാനമാണ്, അതും ആദരവാണ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോൾ എനിക്കൊരു മാനസാന്തരം ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മാനസാന്തരം വേണമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം മാനസാന്തരത്തിന് ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊക്കെ പാവികളായ ആളുകൾക്ക്, മദ്യപാനികൾക്കും കൊള്ളരാത്ത ജീവികൾക്കും നയിക്കുന്നവർക്കും മാനസാന്തരം വേണം. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ 17-ാമത്തെ വയസ്സിൽ ഞാൻ ജീവൻ്റെ വചനം കേട്ടു. ഞങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് ഒരു സാധു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. വളരെ മെല്ലിച്ചൊരു മനുഷ്യനാണ്, പേര് ഞാൻ മറന്നുപോയി.
അദ്ദേഹം വന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രസംഗം ചെയ്തു. അന്ന് രാത്രി പള്ളിയിൽ വരണമെന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം പറഞ്ഞു, പുറമേ പാവമൊന്നുമില്ല, ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറത്ത് യാതൊരു തരത്തിലുള്ളതായ ദുർഗന്ധവുമില്ല. ലാസറിൻ്റെ കല്ലറയ്ക്കകത്ത് ചീഞ്ഞിരിക്കുന്നു, ദുർഗന്ധമുണ്ട്. അതുപോലെ പുറമേ പാവമൊന്നുമില്ല, പക്ഷേ അകം ചീഞ്ഞിരിക്കുന്നവരുടെ ഈ ദേവാലയത്തിനകത്തുണ്ട്. വൈരാഗ്യം, പക, വിദ്വേഷം, അസൂയ, കലഹ സ്വഭാവം, കോപിക്കുന്ന സ്വഭാവം, ക്രുദ്ധ സ്വഭാവം, ഇതെല്ലാം ഉള്ളവർ ഈ പള്ളിക്കകത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണല്ലോ, എനിക്ക് ഉള്ളിൽ നല്ല ഭയങ്കര കോപമുണ്ട്, ഭയങ്കര മുൻചുണ്ടിയാണ്, മുൻകോപമുണ്ട്. എപ്പോഴും ഞാൻ ചിലപ്പോഴെല്ലാം വളരെ നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോൾ ചിലരോടെല്ലാം നീരസം വരുന്നുണ്ട്, ഇഷ്ടക്കുറവ് വരുന്നുണ്ട്, മുഷ്ടിൽ വരുന്നുണ്ട്, ചില അവരോട് പക പോലെയൊക്കെ വരുന്നുണ്ട്, മനസ്സിൽ വൈരാഗ്യം വരുന്നുണ്ട്. കഴിവില്ലാത്തതുകൊണ്ട് ആരോട് ഉപദ്രവിക്കുന്നില്ല, എനിക്ക് കഴിവില്ല, ഞാൻ അനാഥനെ പോലെ കഴിയുന്ന മനുഷ്യന് എന്ത് കഴിവാണുള്ളത്? അതുകൊണ്ട് ഞാൻ ആരോടും തർക്കിക്കാനോ വാഗ്വാദത്തിനോ പോയിട്ടില്ല. പക്ഷേ ഉള്ളിലെല്ലാം ഉണ്ടായിരുന്നു വഴക്ക്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. അന്ന് ഞാൻ ജീവിതം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു. ക്ഷമിക്കണം, അല്ല, കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ സമർപ്പിച്ചെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ടാണ്. കാരണം ഞാൻ ആവശ്യപ്പെട്ടല്ലോ. കർത്താവ് ആ വചനത്തിൻ്റെ ശക്തിയിൽ എന്നെ കീഴടക്കി എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. അന്ന് ഞാൻ വീണ്ടും ജനിച്ചു, അന്ന് ഞാൻ വീണ്ടെടുക്കപ്പെട്ടു, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. രക്ഷ പൂർത്തിയായോ? ഇല്ലില്ല, ഒരു കുഞ്ഞ് ജനിച്ചു എന്നേ ഉള്ളൂ, ഒരു ശിശു ജനിച്ചേ ഉള്ളൂ. ഇനി എത്രയോ വളരേണ്ടിയിരിക്കുന്നു, എന്തെല്ലാം ബാലരക്ഷതകൾ കഴിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് രക്ഷ ആവശ്യമാണോ? എനിക്കൊരു പുതിയ ജീവിതഗതി ആവശ്യമാണോ? എൻ്റെ ഹൃദയം പുതുതാക്കേണ്ടതുണ്ടോ? എൻ്റെ വഴികൾ ചൊവ്വാക്കേണ്ടതുണ്ടോ? ഞാൻ തിരുത്തേണ്ടത് എന്തെല്ലാമാണ് കാര്യങ്ങൾ? എനിക്ക് യേശുവിനെ ആവശ്യമാണോ? എൻ്റെ കഴിഞ്ഞ കാല ജീവിതമെല്ലാം മായ്ച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണോ? യേശുവെ, നീ ഇപ്പോൾ അരികിലേക്ക് വരണമേ, എന്നോട് നീ മനസ്സറിയണമേ, എന്നെ തൃക്കരം വെക്കണമേ, നിൻ്റെ ആണിപ്പാടുകളുടെ തലവേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പറയൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംശയിക്കേണ്ട. ഈ സമയം കളയാതെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ പുതുതാക്കി തീർക്കണമേ. പുതിയ സൃഷ്ടിയായിത്തീരുന്നു, പുതിയ ഹൃദയം ലഭിക്കുന്നു, പുതിയ ആത്മാവ് ലഭിക്കുന്നു, പുതിയ അനുഭവം. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാലാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. 1, ഒരു പുതിയ ഹൃദയം. 2, പുതിയ സൃഷ്ടി. 3, പുതിയ ആത്മാവ്. നാലാമത്തേത് എഫേസ്യ ലേഖനം 4:22 മുതൽ 24 വരെ വാക്യങ്ങൾ. 22 മുതൽ 24 വരെ വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ആരും ദൈവാനുരൂപരായിട്ടില്ല. ഈ ലോകത്തിൻ്റെ ഗതികൾക്കൊത്തോണം പോവുകയാണ്. ലോകത്തിൻ്റെ മാന്യതയ്ക്കൊത്തോണം ജീവിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. നാം പേര് നമസ്കാരം ചൊല്ലും, പ്രാർത്ഥിക്കും, കുരിശ് വരയ്ക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ അതിനപ്പുറത്ത് സജീവമായൊരു ബന്ധം നമുക്ക് ക്രിസ്തുവിനോടില്ല. ദൈവം അനുരൂപമായി തീരുന്നില്ല. ദൈവാനുരൂപമായി പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു. പുതിയ മനുഷ്യൻ. ഒന്നുകൂടെ വാക്യം വായിച്ച് കേൾക്കാറിയാം. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ചതിമോഹങ്ങളാൽ വഷളായി പോയിരിക്കുകയാണെന്ന് പലരും വഷളായി പോയി. വായിക്കാം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി തീരുക. കത്തോലിക്ക സഭയിലെ ഒരു വളരെ പ്രസിദ്ധനായ ഒരു വിശുദ്ധനാണ് സെൻറ്റ് അഗസ്റ്റീൻ. നിങ്ങൾക്കറിയാമായിരിക്കും സെൻറ്റ് അഗസ്റ്റീൻ. അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു പോയിരുന്നു. അമ്മയാണ് വളർത്തിയത്. അമ്മ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു, വളരെ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ ഈ അഗസ്റ്റീൻ ഒരു ധിക്കാരിയായി വളർന്നു. അവൻ പ്രാർത്ഥിക്കില്ല. അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവൻ പ്രാർത്ഥിക്കില്ല. അനുസംഘട്ടനായി വളർന്നു. അവൻ അഹങ്കാരിയായി വളർന്നു. നല്ല ബുദ്ധിശാലിയായിരുന്നു, നല്ല ബുദ്ധിമാനായിരുന്നു. പക്ഷേ അവന് വിദ്യാഭ്യാസമെല്ലാം കിട്ടി,
ആ വിദ്യാഭ്യാസവും അവൻ്റെ കഴിവും എല്ലാം പാപത്തിന് വേണ്ടി ചെലവഴിച്ചു. വേണ്ടാത്ത ജീവിതം, അശുദ്ധമായ ജീവിതം. ഈ അമ്മ അന്നത്തെ ഒരു കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പിനോട് അപേക്ഷിച്ചു, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിക്കില്ല, അവൻ അനുസരിക്കുന്നില്ല, അവൻ തോന്നിയവൽ നടക്കുകയാണ്, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ബിഷപ്പും പ്രാർത്ഥിച്ചു, ഈ അമ്മയും പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് വലിയൊരു അനർത്ഥം സംഭവിച്ചു. അവനൊരു കൊള്ളരാത്ത സ്ത്രീയുമായി ബന്ധപ്പെട്ടു. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവളിൽ ഒരു കുഞ്ഞുണ്ടായി. അദ്ദേഹത്തിന്, അവിവാഹിതനായ അഗസ്റ്റിന് ഒരു കുഞ്ഞുണ്ടായി. അഗസ്റ്റിൻ കുറേ കാലം ആ സ്ത്രീയുടെ കൂടെ ജീവിച്ചു. ഈ അമ്മയുടെയും ബിഷപ്പിൻ്റെയും പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. ദൈവം കേട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അഗസ്റ്റിന് മാനസാന്തരം ഉണ്ടായി. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. കണ്ണുനീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് കേട്ടോ. മക്കൾ വഴിയെ തെറ്റിപ്പോയാൽ പ്രാർത്ഥിച്ചാൽ മക്കൾ നേരെ വരും. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ബുദ്ധി കിട്ടും. പരീക്ഷയിൽ തോറ്റ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് പരീക്ഷയിൽ ജയിക്കാൻ സാധിക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മോന് വേണ്ടി അമ്മയും പ്രാർത്ഥിച്ചു, ബിഷപ്പും പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. അവൻ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പോന്നു. അമ്മയുടെ കൂടെ താമസമായി. നല്ല ഭക്തിയോടെ വിശ്വാസിയായി വിശുദ്ധനായി ജീവിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കാലങ്ങളിൽ പോയി ഒരു സമ്പൂർണ്ണ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ നോക്കുമ്പോഴുണ്ട് അഗസ്റ്റിൻ നടന്നു വരികയാണ്. അവൾക്ക് വലിയ സന്തോഷമായി. കാരണം അഗസ്റ്റിൻ പോയതിൽ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നു. അവൾ അത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അഗസ്റ്റിൻ നടന്നു വരുന്ന കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. അഗസ്റ്റിന് വേണ്ടി ഏറ്റവും വിഭവങ്ങൾ ഒരുക്കാനൊക്കെ ആയിട്ട് അവൾ അടുക്കളയിലേക്ക് കയറി. കുറേ നേരം കഴിഞ്ഞിട്ട് അഗസ്റ്റിൻ അകത്തേക്ക് വരുന്നില്ല, കാണുന്നില്ല. മുറികളിലൊക്കെ നോക്കി, കാണുന്നില്ല. വരാന്തിയിൽ നോക്കി, കാണുന്നില്ല. അങ്ങ് നോക്കിയപ്പോൾ ദൂരെ കൂടി നടന്ന് നീങ്ങുകയാണ്. അങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് നേരെ പോവുക. ആ സ്ത്രീ പിറകെ ഓടി ചെന്നു. അഗസ്റ്റിനെ വിളി കേൾക്കുന്നില്ല, നടക്കുകയാണ്. അവൾ മുന്നോക്കം പാഞ്ഞ് എന്നാൽ നേരെ നിന്നു. അഗസ്റ്റിനെ അവനൊന്നും മിണ്ടുന്നില്ല. നീ എന്നെ അറിയില്ലേ? ഇത് ഞാനാണ്. അഗസ്റ്റിനെ നീ അറിയില്ലേ? അഗസ്റ്റിൻ പറഞ്ഞു, ഇത് ഞാനല്ല. നിൻ്റെ കൂടെ ജീവിച്ച അഗസ്റ്റിൻ മരിച്ചുപോയി. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ആ അഗസ്റ്റിനാണ് സെയിൻറ്റ് അഗസ്റ്റീൻ, വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളനായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം വരും. നിങ്ങൾ വിശ്വസിക്കൂ. പഴയ മനുഷ്യൻ മരിച്ചുപോയി, തീർന്നു. ഒരു പുതിയ മനുഷ്യൻ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയുള്ളൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹമുള്ളൊരു മനുഷ്യൻ, ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിൽ, സ്വരൂപത്തിലും സാദൃശ്യത്തിലും അതേ വിശുദ്ധിയിൽ ദൈവത്താൻ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനായി തീരുക എന്നുള്ളതായിരിക്കും നമ്മുടെ വാഞ്ച. ദൈവത്തിന് സ്തോത്രം. മാറ്റും. ക്രിസ്തു മാറ്റും. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളെ മാറ്റും. ഒരു പുതിയ മനുഷ്യനായി തീരുക. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു പുതിയ മനുഷ്യനായി തീരാൻ? യേശുക്രിസ്തുവിന് വകയായി തീരാൻ ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തു നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു എന്നെ യേശു കണ്ടില്ല എന്ന്, എൻ്റെ കാര്യം യേശുവിനെ അറിയാൻ പാടില്ലെന്ന്. സ്നേഹിത, നീ വിശ്വസിക്കൂ. യേശു നിന്നെ കണ്ടിരിക്കുന്നു. യേശുവിനെ നിന്നെ അറിയാം. യേശു നിന്നെ സ്നേഹിക്കുന്നു. മകളെ, യേശു നിന്നോട് കരുണയാണ്. നിനക്ക് ശോഭനമായൊരു ഭാവി തരാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ശോഭനമായ ഭാവിയിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി തൻ്റെ ആണിപ്പാട് കരം നീട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടിയിലേക്ക് വരുന്നു. വിട്ടുകൊടുക്കൂ നിൻ്റെ ജീവിതം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ നിൻ്റെ ജീവിതം. യേശുവിനോട് പറയൂ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. കർത്താവേ, എൻ്റെ സകല തിന്മയോട് യാത്ര പറഞ്ഞ്, സകല പാപത്തോട് യാത്ര പറഞ്ഞ്, നാഥാ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എന്നെ പുതിയ മനുഷ്യനാക്കി തീർക്കണമേ. യേശു എന്നോട് മനസ്സിലെയ്യണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ കാണാം യേശുവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുന്നത്, യേശുവിൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നത്, യേശുങ്ങളെ പുറം തടവി തലോടി തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. യേശുങ്ങളുടെ അരികിലേക്ക് വരികയാണ്. ഈ സമയം നഷ്ടപ്പെടുത്താതെ യേശുവിനോട് പറയൂ, യേശുവേ, എന്നെ ഒന്ന് പുതുക്കണമേ, എന്നെ പുതുതാക്കി തീർക്കണമേ. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. തലകളെ ഉണക്കുക, കണ്ണുകൾ അടയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ യേശുവിൻ്റെ അരികിൽ നിൽക്കുന്ന നിങ്ങൾ വിശ്വസിക്കുക. യേശുങ്ങളെ കാണുന്ന വന്നിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങളുടെ ദയനീയമായ അവസ്ഥ കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങൾക്ക് ശോഭനമായി ഭാവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുക. ഇനിമേൽ പാവമില്ലാത്ത ജീവിതം നയിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ജീവിക്കും. യേശുവേ,
ഇന്നു മുതൽ നിന്റെ വക ഞാൻ നിന്റെ വക യേശുവേ, എന്റെ യേശുവേ, ഇന്നു മുതൽ പുതിയ സൃഷ്ടി യേശുവേ, ഇന്നു മുതൽ പുതിയ മനുഷ്യൻ യേശുവേ, ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി ഞാൻ തീരും. ഞാനൊരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി തീരും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞവര്, വാസ്തവമായി പ്രാർത്ഥിച്ചവരാണെങ്കിൽ, പാവത്തോട് ഇവിടെ പറയുന്നുവെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇരുകരവും നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. തീരുമാനത്തോടെ മേൽ തൃക്കരം വെച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. കുടുംബമായി സമാധാനം അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണമേ. രണ്ടാമത്തവരിന് വേണ്ടി ഈ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.